Hi everyone, this is Jebin Saver from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിൾ നമ്മൾ കുറേയധികം അടിപൊളിയായ ന്യൂസും എക്സൈറ്റ്മെന്റ് കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ആപ്പിൾ ന്യൂസ് റെഗുലർലി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാ അപ്കമിങ് ഇവന്റിന്റെ കാര്യം നമ്മൾ സംസാരിക്കാറുണ്ട്. ഇതേപോലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ആപ്പിളിനെ പറ്റി അറിയെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യുക. കാരണം നിങ്ങൾ നമ്മുടെ സപ്പോർട്ടിനാണ്, അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ ഫോളോ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഐശ്വര്യമായിട്ട് അങ്ങനെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.0.1 അപ്ഡേഷൻ മൊട്ടം പടിയാണ് എല്ലാവർക്കും തരുന്നത്. സത്യമായിട്ടും പേഴ്സണലി എനിക്കും കുറേയധികം ബഗ്ഗുകൾ ഈ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. കോള് കണക്റ്റ് ആവുന്നില്ല, അതേപോലെ എക്സ്ട്രീമായ ബാറ്ററി ഡ്രെയിനിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വന്ന ബഗ്ഗാണ്, നമ്മൾ ഡിവൈസ് യൂസ് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് ഡിവൈസ് ചൂടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ്ഗാണ്, വേറെ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മേ ബി അടുത്ത അപ്ഡേഷനിൽ 26.1 എന്ന അപ്ഡേഷനിൽ ആപ്പിൾ ഇതൊക്കെ റിസോൾവ് ചെയ്താലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുകയുള്ളൂ. ഒഫീഷ്യൽ അപ്ഡേഷൻ റിലീസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം വന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാനൊരു ബെയ്റ്റ ഡെവലപ്പറാണ്. ആ ഒരു ബെയ്റ്റ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. പൊതുവേ ബെയ്റ്റക്കാണ് ബഗ്ഗുകളും പ്രശ്നങ്ങളും വരാറ്. പക്ഷേ ബെയ്റ്റ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്മൂത്തായിട്ടും ഒഫീഷ്യൽ അപ്ഡേഷൻ യൂസ് ചെയ്യുമ്പോൾ നല്ല ചൂടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് 17 ഏറ്റവും പുതിയ 17 എനിക്ക് ഈ കാര്യം ഫീൽ ചെയ്യുന്നത് ഓർക്കണം, അല്ല 13 14 അല്ല. അപ്പോൾ ബഗ് ഇപ്പോൾ iOS 26 നല്ല രീതിക്ക് ആൾക്കാർക്ക് പ്രശ്നം വരുത്തുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എക്സ്ട്രോർഡിനറി ആയ ബഗ് ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, റഷ്യൻ യൂട്യൂബറിന് M5 ഒരു iPad Pro ലീക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പിടിയില്ല. മേ ബി ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ലീക്ക് ആവുന്നതായിരിക്കാം. കാരണം സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വാസ്റ്റ് മെജോറിറ്റി യൂസ് ചെയ്യുന്ന ഒരു ലോജിസ്റ്റിക്സ് ആണ്. അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ആണ്. അവരുടെ കയ്യിൽ നിന്ന് ലീക്ക് ആവാം. ഞാൻ അവർ ലീക്ക് ചെയ്തു എന്നല്ല പറഞ്ഞത്, ലീക്ക് ആവാം എന്നാണ് പറഞ്ഞത്. സോ ഈ പുള്ളിക്കാരൻ കാണിക്കുന്ന M5 അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ഐപാഡാണ്. ഐപാഡ് ഓൾറെഡി M4 അത്യാവശ്യം നല്ല തിന്നാണ് ആപ്പിൾ റിലീസ് ചെയ്തത്. പക്ഷേ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഐപാഡിൻ്റെ കാര്യം മാത്രമല്ല ചിന്തിച്ചത്. ആപ്പിളിൻ്റെ ഒരു സീക്രട്ട് ഇവന്റ് മിക്കവാറും ഒക്ടോബറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവന്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ വന്ന പോലെ ഒരു കൊട്ടിഘോഷികളോ വാദ്യാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രസ് റിലീസ് ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു 20 മിനിറ്റിൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ ആപ്പിൾ റിലീസ് ചെയ്യും. എന്താണ് പ്രസ് റിലീസ്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ഇല്ലേ, ആ വെബ്സൈറ്റിൽ അവരുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ന്യൂസ് റൂമിൽ ഇന്ന പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഒരു പോസ്റ്റ് ഇടും. ആൻഡ് യൂട്യൂബിൽ ഒരു വീഡിയോ വരും. ഇതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ആസ് എ നോർമൽ കൺസ്യൂമർ ഇത് റിലീസായെന്ന് പോലും അറിയില്ല. സോ അതാണ് പ്രസ് റിലീസ് എന്ന് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല ഇൻവിറ്റേഷൻസോ ഇവൻറ്റ്സോ ഒന്നും ഉണ്ടാവില്ല. മേ ബി കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ ആപ്പിൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റ് ഡെമോ കൊടുക്കും. അല്ലാതെ ഒരു ലൈവ് വീഡിയോ സെഷനോ അല്ല ലൈവ് ഇവൻ്റോ ഒന്നും കാണാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഈ ഇവൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ മന്തിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഐപാഡിൻ്റെ M5 എന്ന് പറഞ്ഞ സീരീസ് വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം M5 തന്നെ മാക്ബുക്ക് പ്രോ വരാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ വിഷൻ പ്രോ വരും, എയർടാഗ് സെക്കൻഡ് ജനറേഷൻ വരും, ഹോം പോഡ് മിനി വരും സെക്കൻഡ് ജനറേഷൻ. ഇത്രയും 5 പ്രൊഡക്റ്റുകൾ റിലീസ് ആവുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അത്യാവശ്യം ഈ ഒരു പ്രൊഡക്റ്റ് ലൈനും നല്ലതാണ്. കാരണം ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എയർടാഗ് സെക്യൂരിറ്റിക്ക് നല്ലതാണ്. ഹോം പോഡ് മിനി, ഇപ്പോൾ ഇരിക്കുന്ന ഹോം പോഡ് മിനി എന്ന് പറഞ്ഞാൽ തന്നെ സൗണ്ട് അത്യാവശ്യം ഉണ്ട്. സോ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ വൈഫൈയുടെ സ്ട്രെങ്ത് അവർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഹൈ ഫിഡലിറ്റി ആയ സൗണ്ടുകൾ തരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് ഈ ഒരു വന്ന റിപ്പോർട്ടിൽ നിന്നും ആ റഷ്യൻ യൂട്യൂബറിൻ്റെ M5 എന്ന് പറഞ്ഞ iPad Pro എന്നും ഫീൽ ചെയ്തത്. അതിൽ ഞാൻ വേറൊരു റിപ്പോർട്ട് വായിച്ചു. ആ ഒരു ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത്. iPhone 18 ഒരു റോഡ് മാപ്പാണ് ഞാനത് വായിച്ചത്. എങ്ങനെയാണെന്ന് അറിയാമോ ഇനി വരാൻ പോകുന്ന iPhone 18 അല്ലെങ്കിൽ iPhone ലൈനപ്സ് വരാൻ പോകുന്നത്? ഇപ്പോൾ എയർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോസ്റ്റ് തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ്. ഇനി 2026
ഫോൾഡബിൾ സെക്ഷനിലേക്ക് ആപ്പിൾ വരാൻ പോവാം. നമുക്ക് എല്ലാവർക്കും അതറിയാം, അത് വലിയ പുത്തൻ കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ഐഫോൺ റിലീസ് ചെയ്യുന്ന പാറ്റേൺ നല്ല ചേഞ്ച് വരും. 2026 സെപ്റ്റംബറിൽ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഡിവൈസുകൾ, ഒന്ന് ഐഫോൺ 18 പ്രോ എന്ന് പറയുന്നത് പ്രോ സീരീസ്, 2 എയറിൻ്റെ സെക്കൻഡ് ജനറേഷൻ, 3 ആപ്പിളിൻ്റെ ഫോൾഡ് എന്ന് പറഞ്ഞ ജനറേഷൻ. ഈ 3 പ്രീമിയം ലക്ഷറി ഫോണുകൾ മാത്രമാണ് സെപ്റ്റംബർ മെയിൻ ഇവന്റിൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐഫോൺ 18 സീരീസ് അടുത്ത കൊല്ലം, അതായത് 2027 മാർച്ചിൽ SE അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഐഫോൺ 16E ഒക്കെ റിലീസ് ചെയ്ത പോലെ തന്നെ മാർച്ചിൽ ഐഫോൺ 18E-യും 18-ഉം ലോഞ്ച് ചെയ്യും. ഈ വരാൻ പോകുന്ന 2026 മാർച്ചിൽ 17E റിലീസാവും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നോൺ പ്രീമിയം അല്ലെങ്കിൽ നോൺ പ്രോ സീരീസ്, ലക്ഷറീസ് അല്ല ബേസ് മോഡൽ സീരീസ് മാർച്ചിലും, അതോടൊപ്പം നമ്മുടെ പ്രീമിയം ലക്ഷറി സീരീസ് സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനാണ് ആപ്പിൾ ഇനി വരാൻ പോകുന്ന ഒരു ഐഫോൺ റിലീസ് റോഡ് മാപ്പിൽ ഫീൽ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, പ്രോ സീരീസും അതോടൊപ്പം ലക്ഷറി സീരീസും ആപ്പിളിന് നല്ല രീതിക്ക് അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു 4-5 മാസം കണ്ട അടുത്ത സീരീസും കൂടെ, നോൺ പ്രോ സീരീസും കൂടെ റിലീസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബേഴ്സും ബാക്കി കുറേ ആൾക്കാർ ഇത് എടുക്കും. സോ അവർക്ക് ഈ പറഞ്ഞ ഒരു പ്രോഗ്രസ് ഉണ്ടാവും അവരുടെ റവന്യൂവിൽ. ഒന്ന് കയറി പ്രോ സീരീസ് വന്ന് താഴത്തേക്ക് പോകുമ്പോൾ തന്നെ അടുത്ത സീരീസ് റിലീസ് ചെയ്ത് അവരുടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അത് വേറൊന്നുമല്ല, അത് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പല കമ്പനികളും, ആൻഡ്രോയിഡ് കമ്പനികളും ചവറ് പോലെ ഫോൺ ഇറക്കുന്നത്. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് അവർക്ക് ഇൻകം കൂട്ടാനും റവന്യൂ കൂട്ടാനും അവർ ചെയ്യുന്നത്. പക്ഷേ ഐഫോണിൻ്റെ കാര്യം വരുമ്പോൾ വർഷത്തിൽ ഒരു വട്ടം മാത്രമാണ്, സെപ്റ്റംബറിൽ മാത്രമാണ് ഒരു ഐഫോൺ റിലീസ് ചെയ്യുന്നത്. സോ ഐഫോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നല്ല പീക്കായിരിക്കും. അതിനുശേഷം പിന്നെ കുറയും. ആ ഒരു കുറയിൽ പിന്നെ ആ കമ്പനിക്ക് റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മാർച്ചിൽ അവർ പുതിയ സീരീസ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു നല്ലൊരു ഗ്രോത്ത്, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഈ ഡിവൈസ് സെക്ഷനിൽ നിന്ന് വരും. ഇതാണ് ഇനി വരാൻ പോകുന്ന 2026 മുതൽ 2026 ആ ഒരു ടൈമിൽ വരാൻ പോകുന്ന ഐഫോൺ സീരീസിന്റെ റോഡ് മാപ്പ് എന്ന് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ കൂടെ ഒരു വേറെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സ്മാർട്ട് ഗ്ലാസ് 2026 ആപ്പിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെന്തായാലും ലോഞ്ച് ചെയ്യാൻ ഇപ്പോൾ 2026 ആപ്പിൾ മുതലില്ല. ഓൾറെഡി ആപ്പിൾ വിഷൻ പ്രോ ഉണ്ട്, വിഷൻ പ്രോ സെക്കൻഡ് ജനറേഷൻ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാവും. ഒരു 2026 അവസാനം 27, 28 ആ ഒരു സമയമൊക്കെയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പോൾ ആപ്പിൾ അതിൽ കൈവെക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവ്. ആൻഡ് അടുത്ത കൊല്ലം 2026 ഒക്കെ മാർച്ചോ 2026 മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും 17E എന്ന് പറഞ്ഞ മോഡൽ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 17 സീരീസ് റിലീസ് ചെയ്തു. ഇനി അടുത്തൊരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള 17E ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 14ന്റെ സെയിം ബോഡി ആയിരിക്കും. അതിൽ ഡൈനാമിക് എലന്റ് വരും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഡൈനാമിക് എലന്റ് ആണോ നോച്ച് ആണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്തത് A90 എന്നാണ് ചിപ്സെറ്റ് വരും. ഇപ്പോൾ നമുക്ക് 5 കോർ GPU 5 കോർ CPU ആണെങ്കിൽ അതിൽ 4 കോർ എന്ന് പറഞ്ഞ ചിപ്സെറ്റിൻ്റെ ഡൗൺഗ്രേഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിൾ ക്യാമറ ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഐഫോൺ റവന്യൂ ഒന്ന് നിലനിർത്താൻ വേണ്ടി ആപ്പിൾ റിലീസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന ഓപ്ഷൻ നമ്മുടെ ആപ്പിൾ വാച്ചിൽ റിലീസ് ചെയ്യായിരുന്നു. ആ ഒരു ആപ്പിൾ വാച്ച് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പല കൺട്രീസിലേക്ക് ആപ്പിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാനഡ എന്നീ പറഞ്ഞ പല ഇൻ്റർനാഷണൽ കൺട്രീസിലേക്കും ആ ഒരു ഓപ്ഷൻ FTA സർട്ടിഫിക്കേഷനും കൂടെ വന്നപ്പോഴത്തേക്കും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ റെഗുലറായിട്ട് എല്ലാ വീക്കും പുതിയ വാൾപേപ്പേഴ്സ് അപ്ഡേറ്റഡ് ആവും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എസ്തെറ്റിക്കും അതോടൊപ്പം 4K വാൾപേപ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ, എസ്പെഷ്യലി iOS 26 നല്ല രീതിക്കുള്ള ഡെപ്ത് വാൾപേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, എല്ലാ വീക്കിലും നിങ്ങൾക്ക് ലഭിക്കും. സോ അത് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു ആപ്പിൾ ന്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി ഞാൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് യമീൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.